അറിഞ്ഞില്ലേ? എന്താ? ഇനി ഈ വിവരം അറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനെ മാത്രമേ ബാക്കിയുള്ളൂ. എന്താടോ? നമ്പൂതിരി ടീച്ചർക്ക് ഗർഭം. ഗർഭം? ആ, ശേഖരൻ മാഷും അവളും തമ്മിലേ നേരിട്ട് കണ്ട ആൾക്കാരുണ്ട്. അങ്ങാടിയില് അമ്പലപ്പറമ്പിൽ സ്കൂൾ പഠിക്കലൊക്കെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കണം. എനിക്ക് അവളെ കണ്ടപ്പോഴേ സംശയമുണ്ട്, ആളിത്തിരി പേശ കാണുന്നു. അവക്ക് ഗർഭമുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും പറയണോന്ന് എന്നെ നമുക്ക് അവിടെ ഊഹിച്ചൂടെ? വലിയ നാണക്കേടായിപ്പോയി. നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. ഇതാ നോക്ക, കേട്ട് തൊഴിൽ രുചിയ. ഇവള് കുട്ടികളെ പഠിപ്പിച്ച എങ്ങനെ ചൊവ്വാകും? അല്ല, അവൾ പഠിപ്പിക്കുന്നത് മുസ്ലിം കുട്ടികളാണെങ്കിലും ആ സ്കൂളിൽ നമ്മളൊക്കെ പഠിക്കണില്ലേ? ഇല്ലേ? ഞാൻ അല്ല, ആ കുറുപ്പും രാഗന്മാരൊന്നും ഈ വിവരം അറിഞ്ഞാലല്ല. ഞാൻ ഒന്ന് അറിയിച്ചിട്ട് വരാം. ഇതാ വരുന്നു. എന്താണ്ട് അവിടെ കൈകൊട്ടിക്കളിയോ? നോക്കി ഇതൊക്കെ വായിക്കാനാണ് നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്? എന്താണ് പറഞ്ഞിട്ടില്ല? പോയാ ഏത് നായിന്റെ മോനാണ് ഇവിടെ കൊണ്ട് എഴുതി പഠിച്ചിട്ട്? എന്താ പോസ്റ്റർ കയറാൻ ടെൻഡർ എടുത്തിട്ടുണ്ടോ താൻ? ഇവിടെ മാത്രമല്ല, ബസ് സ്റ്റോപ്പിലും പള്ളിക്കവലയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അറബി ടീച്ചർ ഒരു കള്ളി പൂച്ചയാണല്ലോ. ശേഖരൻ മാസ്റ്ററുടെ ഒരു ഭാഗ്യം. അതെ, ശേഖരൻ മാസ്റ്റർ ഭാഗ്യ. അത് നിങ്ങൾക്ക് എന്താ അത്ര വലിയ അസൂയ? അതിന് താനെന്തിനാ ഇങ്ങനെ ചൂടാവണത്? എടോ, ഈ പ്രായത്തിലൊരു പെങ്ങൾ എനിക്കും ഉണ്ട്. വേണ്ടാതിന് എഴുതുന്നതിനും പറയുന്നതിനൊക്കെ ഒരു കണക്ക് വേണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗായത്രി ടീച്ചർ ഇത് ചെയ്യുന്നു? നിങ്ങളോടൊക്കെ വർത്താനം പറയാൻ നിൽക്കുന്ന എന്റെ മുമ്പൊക്കെ ആദ്യം പറഞ്ഞണം. പാതിരാകും മുമ്പേ പുരയിൽ വന്നൂടെ? നിങ്ങൾക്ക് എന്തേലും ഈനും വേണ്ടും പണി? ഈ നമ്മളെ കൊണ്ട് കുറിക്കാൻ നിൽക്കണ്ട, നമുക്ക് പല പണിയുണ്ടാവും. അത് നമ്മളും കൂടെ ഒന്ന് അറിയണ്ടേ? വേണ്ട, ഏറെ വിളഞ്ഞാല് ഇടപാട് ദിവസം നമ്മൾ പുരയെ കൊണ്ടാക്കും. എടോ, ആണത്വം ഉണ്ടെങ്കിൽ ആണുങ്ങളോട് നേരിട്ട് പൊരുതണം. അല്ലാതെ പാതിരാത്രിക്ക് പതുങ്ങി നടന്ന് ഈ പോസ്റ്റ് ഓടിക്കുന്ന പണിയുണ്ടല്ലോ, അത് രണ്ടും കെട്ട ഇടപാടാ. നിങ്ങൾ എന്തായി പറയണേ? ഓ, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലല്ലേ? എനിക്കൊരു ചുക്കും പോകാനില്ല. പക്ഷെ നീ കളിക്കുന്ന ഈ നാണക്കെട്ട കളിയുണ്ടല്ലോ, പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം അതാർക്കുന്നത്. വേണ്ടാതിനെ കാണിച്ചിറന്ന പോസ്റ്റർ അല്ല, നാട്ടുകാർ ചിലപ്പോൾ നോട്ടീസ് അടിച്ചിറക്കും. അതിന് എന്ത് മെക്കിട്ട് കയറാൻ വന്നാണ്ടല്ല. നീ എന്ത് നീ ആര്യാളുടെ മരുമനായി പോയി. അല്ലെ നിന്നെയൊക്കെ തുണ്ടം തുണ്ടായിട്ട് മുറിക്കുന്നതിന് എനിക്ക് കൂലിക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓർമ്മിച്ചോണേ അത്. ഏതെങ്കിലും നാക്കിൽ എവിടെയെങ്കിലും കിടന്ന് കുരക്കണതിന് നിങ്ങൾ വെറുതെ ഇടപെടണം എന്തിനാ? ഇന്നാട്ടിൽ ഒരു കുട്ടിയും നിങ്ങളെ കുറിച്ച് ദോഷം പറഞ്ഞാൽ വിശ്വസിക്കൂല. എന്റെ കാര്യമല്ല, ആര്യാർക്കറിയാലോ. സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി മറുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു കുട്ടിയാത്. നാളെ വേറെ കുടുംബത്തിലേക്ക് പോകേണ്ടതുമാണ്. അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയാൽ ഏൽക്കാൻ ആരെങ്കിലും ഉണ്ടാവും ആചാര്യ? അവരെ കണ്ട ഒരു ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. നിങ്ങൾ ഇങ്ങനെ ബേജാറായാലേ ഒന്ന് പേടിക്കാണ്ടിരിക്കും. എനിക്കാരെയും പേടിയുണ്ടായിട്ടല്ല. ഞാൻ തണ്ടനാണെന്നോ തെമ്മാടിയാണെന്നോ ആര് വേണേലും പറഞ്ഞോട്ടെ, അല്ലെ എഴുതി ഒട്ടിച്ചോട്ടെ. പക്ഷെ ഇതങ്ങനെയാണോ? ഒരേ സാരിയിൽ രണ്ട് പെൺമക്കൾ തൂങ്ങി നിൽക്കുന്നത് സ്വന്തം കൺമുമ്പിൽ കണ്ടിട്ടും ഭ്രാന്ത് പിടിക്കാതെ മനസ്സിനെ അടക്കി നിർത്തിയിരിക്കുന്ന ഒരു പാവം നമ്പൂരിയുടെ ഏക ആശ്രയമായി പെൺകുട്ടി. അതിന്റെ കണ്ണീര് വീഴ്ത്തിയാലുണ്ടല്ലോ, അവനൊന്നും പിന്നെ 7 ജന്മത്തേക്ക് ശാമോഷം കിട്ടിയല്ല ആചാരെ.
ഒന്നേ എവിടെ പോയിട്ട് വരുന്നു? മകനെ ഒന്ന് കാണാൻ പോയതാ. ആ, ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അമ്മമാര് മക്കൾക്ക് ശത്രുക്കളല്ലേ. അവൻ പോരാന്ന് വെച്ചാലും അവളൊന്ന് വിട്ടിട്ട് വേണ്ടേ? ഈ അവസ്ഥയില് അവൻ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുന്ന നല്ലത്. അതെന്താ പിന്നെ? ഞാൻ വല്ല പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ലക്ഷ്മിയമ്മ ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? ഏനിതറിയാൻ ഈ ഭൂമി മലയാളത്തില് സേതുലക്ഷ്മി മാത്രമേ ബാക്കിയുള്ളൂ. എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നില്ലേ ഒരുത്തി? അവള് മഹാപിഴയാ. ലക്ഷ്മണയ്ക്കും ഇതിലൊക്കെ പങ്കുണ്ടെന്ന നാട്ടിലൊക്കെ സംസാരം. ആ ശേഖരൻ മാഷുമായിട്ട് അവർക്ക് എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്ന് ആ പറയണേ. പറച്ചില് മാത്രല്ല, നിരത്ത് മുഴുവൻ പോസ്റ്റർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് ചോറിൽ നോക്കിയാൽ കാണാം ഓരോരോ കഥകൾ. എന്റെ ഈശ്വര, നിങ്ങളല്ല അവളെയൊക്കെ വീട്ടിൽ കെട്ടി താമസിപ്പിക്കൂ. മാനാഭിമാനമായിട്ട് ജീവിക്കുന്നവർക്ക് കൂടെ താമസിപ്പിക്കാൻ പറ്റിയ വർഗമല്ല. നമ്പൂതിരി പെണ്ണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നാണം വേണ്ടേ? നാണം. അതെ, ഇതൊക്കെ സത്യാണോ? പിന്നല്ലാതെ ഞങ്ങളെന്താ ഊഹിച്ച് പറയാ? നിങ്ങളോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കേട്ടോ അവളെ? ഗർഭുണ്ടെന്നാ കേട്ടത്. എഞ്ചെങ്ങാനും വീട്ടിലായിരുന്നെങ്കിൽ ചാണകത്ത് ചൂഴി മുക്കി അടിച്ചിറക്കി പുണ്യാനം കളിച്ച് ശുദ്ധിയാവശ്യം നടത്തിയേ. അല്ല, ഞങ്ങൾ അറിഞ്ഞ വിവരം പറഞ്ഞേ ഉള്ളൂ. ഇതൊന്നും ചെന്ന് ചോദിക്കാൻ നിൽക്കണം അല്ലേ? അയ്യേ, എടി, ഇപ്പൊ ഇറങ്ങിക്കൊള്ളുക. ഇവിടെ തോന്നിയ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, വിസ്തരിക്കണ്ട. വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഓരോരുത്തരുടെ വരവും പോക്കും. അന്നേ ഞാൻ പറഞ്ഞതാ ഇതൊന്നും ഇവിടെ നടത്തില്ലാന്ന്. പൊയ്ക്കോ, ഇറങ്ങി പൊയ്ക്കോ. ഈ രാത്രി എവിടെ പോയാലും വേണ്ടില്ല, എനിക്കതൊന്നും അറിയില്ല. ഇറങ്ങിക്കൊള്ളുക. നാണക്കേട് കാരണം ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നിന്റെയൊക്കെ തോന്നിയേ ഞാനും കൂടി കൂട്ടി നിൽക്കാറുന്ന ആളുകൾ പറയണത്. ഇറങ്ങിക്കൊള്ളുക. അറിഞ്ഞില്ലേ? അറിഞ്ഞു. അറിഞ്ഞോ? ആ ടീച്ചറ് മീൻകാരൻ കുഞ്ഞാലിയുടെ വീട്ടിൽ താമസമാക്കി എന്ന് പറയാനല്ലേ താൻ വന്നത്? അതെ. ഈ ഭൂമി മലയാളത്തില് ഇനി ഇതറിയാൻ താൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും വലിയ മാനക്കടയ്ക്ക് ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിമിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ അത് ഒരു മീൻകാരന്റെ വീട്ടില് തത്വം മുണ്ടിട്ട് വേദവും മാറി അവനോട് കല്യാണം കഴിക്കാന്ന് വെച്ചാ കല്യാണം കഴിച്ചോ? അല്ല, ഇത്രയാസ്ഥിതിക്ക് നമുക്കതങ്ങോട്ട് ഊഹിക്കാനുള്ളൂ. ഇവിടെ നോക്കുക, മതം മാറ്റി മാറ്റി ഒടുവിൽ നമ്മളെ പെൺകുട്ടികളെ മരുന്നിന് പോലും അരയ്ക്കാൻ കിട്ടാണ്ടാവും. അങ്ങനെ വല്ലതും സംഭവിച്ച എന്റെ ഭഗവാനെ, അമ്പലക്കിണറിൽ വിഷം കലക്കി നമ്മൾ കോരി കുടിച്ച് അങ്ങോട്ട് ചാവുക. അതേ തരുള്ളൂ, മനസ്സിലാക്കുക. എന്റെ മോൾ ഒന്നോണ്ടും ബേജാറാവണം. വന്ന് എന്തെങ്കിലും കഴിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഇബിലീസുകളെ പേടിച്ച് ജീവൻ കളയേണ്ട കാര്യമുണ്ട്. രാത്രിക്കുട്ടിക്ക് ഇവിടെ താമസിക്കണേല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി, നമ്മൾ വേറെ സ്ഥലം ഏർപ്പാടാക്കാം. എന്താ കുഞ്ഞാലി ഇത്? ഇവിടെയാണല്ലോ എന്നുള്ള ആശ്വാസം എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഏത് കൊലവമ്പം വന്ന് പറഞ്ഞാലും ഇവിടെ നിറങ്ങിപ്പോവാൻ നമ്മൾ പറയില്ല. കിടക്കാൻ ഒരിടല്ലാണ്ട് ഉമ്മയും ഞാനും ഒരുപാട് തെണ്ടിയിട്ടുണ്ട്. തലയെക്കെട്ട് നിസ്കാര തയമ്പുള്ള സ്വന്തം ജാതിക്കാരാറ്റി ഇറക്കിയപ്പോ നമുക്കൊരിടം തന്നത് നിങ്ങളുടെ ബാപ്പയാണ്. പഴയതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്റെ കുട്ടിക്ക് എന്താ വേണ്ടേച്ച പറഞ്ഞോളി. ഉമ്മ എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഉമ്മ നടത്തി തരാം. എന്റെ കുട്ടി ഇങ്ങനെ കരയല്ലേ.
ഈ കണ്ണീര് കാണുമ്പോ ഉമ്മാടെ ചങ്കാണ് പഠിക്കുന്നത്. ടീച്ചറെ ആചാര്യ വിളിക്കുന്നുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കുഞ്ഞാലിയുടെ പുരയിൽ നിൽക്കണേന് വലിച്ച ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല, എന്റെ സ്വന്തം വീടുപോലെയാ. ആമിനമ്മയ്ക്കും കുഞ്ഞാലിക്കും എന്നെ ശരിക്കും അറിയാം. ഗായത്രി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല. ഇതിൽ ഞങ്ങൾ എല്ലാവരും ഗായത്രി അഭിനന്ദിക്കുകയാണ്. അതെ, മാഷ് പറഞ്ഞത് ശരിയാ. വല്ല അബദ്ധവും കാണിച്ചിരുന്നെങ്കിൽ പടച്ചോനെ ഞമ്മക്കത് ഓർക്കാൻ കൂടെ കഴിയില്ല. സഹിക്കാവുന്നതിനപ്പുറം വേദന സഹിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. ഇനി ആ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും. ആരെന്തു പറഞ്ഞാലും ഗായത്രി ശ്രദ്ധിക്കണ്ട. പറഞ്ഞു തളരുമ്പോ അവര് താനേ നിർത്തിക്കൊള്ളും. പഴയപോലെ സ്കൂളിൽ വരിക, ക്ലാസ് എടുക്കുക. ടീച്ചേഴ്സും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കമന്റ്സ് പറഞ്ഞെന്നിരിക്കും. പക്ഷെ തളർന്നു പോകരുത്. ഇത്രയും പിടിച്ചു നിന്നത് തോക്കാൻ വേണ്ടിയല്ലല്ലോ. പൊരുതണം, പൊരുതി ജയിക്കണം. കാത്തുകുട്ടേ, ഓ ഇത് മേടിക്കാൻ നമ്മൾ പെട്ട പാട് ചില്ലറൊന്നുമല്ല. അങ്ങാടിയിൽ അന്തോണി ആപ്പിളയുടെ കടയിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് സുലൈമാൻ നിൽക്കണം. ഓന്റെ മുമ്പ് വെച്ച് ഇത് മേടിക്കാൻ പറ്റുമോ? നേരെ അമ്പലത്തിനടുത്തേക്ക് വിട്ടു. ബേലാമ്പിള്ളയുടെ കടയിൽ ചെന്നപ്പോ അവിടെ ഉണ്ട് കോട്ടയ്ക്കൽ അവോക്കർ നിൽക്കണം. ഒരു മുസൽമാനായ നമ്മളിത് വാങ്ങണ കണ്ടിട്ട് ഓലിക്കൊരു ഇടങ്ങേറ് തോന്നിട്ടാന്ന് പറ്റിട്ടാണ്, അല്ലാതെ ഓരോ പേടിച്ചിട്ടൊന്നുമല്ല. നോക്കി നിങ്ങളുടെ പടച്ചോന്മാരെല്ലാം കാണാൻ നല്ല ചന്തമുള്ളവരാ. നീ നീന്റെ അകത്തേക്ക് കയറ്റത് എത്ര പ്രാവശ്യം പറഞ്ഞതാ. നാളെ അടുക്കളയിൽ കയറാൻ പറ്റുന്നില്ല. അല്ലാതെ മുയനും കളഞ്ഞ നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങി മീനല്ലേ അത്? ആര് എപ്പോ പറഞ്ഞു? ഇപ്പൊ അങ്ങനെ ആയാ? മീൻ തിന്ന് നാറിയിട്ട് ഓന്റെ അടുത്ത് നിൽക്കാൻ കഴിയണില്ല മോളെ. മീനില്ലാണ്ട് ഓന് ചോറിറങ്ങൂല. അല്ലാ, ഇനി മുതൽ കച്ചവടം കഴിഞ്ഞ് വന്ന കുളിച്ചിട്ട് വേണം പൊരേ കയറാൻ. മനസ്സിലായോ എനക്ക്?